ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ എന്ന് പറയാൻ പോകുന്നത്, നന്ദന ഇന്ന് ഒരു കാരണവും ഇല്ലാതെ നമ്മുടെ ജിൻറ്റോപ്പൻ്റെ മേലെ കയറി. ജാസ്മിൻ്റെ അനിയത്തിയായിട്ടാണെന്ന് തോന്നുന്നു ഇവളതിൽ കയറിയത്. ഒരാവശ്യമില്ല, വേറെ ഒന്നുമല്ല. ഇപ്പം ഇന്ന് കട്ട ടാസ്ക് കൊടുത്തായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട്. സിജോയുണ്ട്, അഭിഷേകമുണ്ട്, ഇവരെല്ലാവരും. ഇപ്പം നമ്മുടെ ജിൻറ്റോപ്പൻ വെറുതെ പറഞ്ഞു 20 കട്ട ഞാൻ വെച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അഭിഷേക് പറഞ്ഞു, അപ്പം നന്ദനയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 20 കൂടെ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സിജ പോയി എണ്ണി. അപ്പോൾ സിജ പറഞ്ഞു 7 കട്ടയേ ഉള്ളൂ, 20 ചുമ്മാ നമ്പർ അടിക്കല്ലേ എന്ന് പറഞ്ഞു. ഉടനെ നന്ദനയുടെ പേര് വന്നെന്നും പറഞ്ഞു ജിൻറ്റോയുടെ നേരെ നന്ദന വളരെ മോശമായിട്ട്, വളരെ മോശമായി, പറയാൻ കൊള്ളാത്ത ലാംഗ്വേജ് സംസാരിക്കും. ജിൻറ്റോ നന്ദനയുടെ പേര് പോലും എടുത്തിട്ടില്ല എന്ന് ഓർമ്മ വേണം. വളരെ മോശമായി. ഒരു പെൺകുട്ടിയായാൽ ഇച്ചിരി അടക്കം ഒതുക്കുക വേണം. അത് അദ്ദേഹം ഒരു തെറ്റ് പോലും ചെയ്തില്ല, നന്ദനയുടെ പേര് പോലും എടുത്തില്ല. ഈ കട്ട ടാസ്കിൽ ഞാൻ 20 കട്ട വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ സത്യം പറഞ്ഞ ഇത് കണ്ടിട്ട് മുടിയന് വരെ ദേഷ്യം വന്ന്, ഈ നന്ദനയുടെ ഈ ഇത് കണ്ടിട്ട് ഒരാളോട് സംസാരിക്കുന്ന രീതിയൊക്കെ അതൊരു കുറച്ച് നല്ല രീതി. എന്നിട്ടും ജിൻറ്റോപ്പൻ അവിടെ മാന്യമായിട്ട് നീ മര്യാദയ്ക്ക് നീ ഇത് ചെയ്, എൻ്റെ വെക്കട്ട് കയറാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി പ്രൊവോക്കാകാതെ പുള്ളി പൊടി എന്ന് പറഞ്ഞ് വിടുവോ? ഇവള് വിട്ടുകൊടുക്കുമോ? ഇവളങ്ങോട്ട് വേണ്ടതെല്ലാം വേർത്തിയെന്ന് വെച്ചാൽ മോശമായ കാര്യങ്ങൾ, മോശമായ വാക്കുകളാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞപ്പം മനസ്സിലായി ജിൻറ്റോ നന്ദനയുടെ പേര് പറഞ്ഞില്ല. അപ്പം നമുക്കാണേലും ഒരു അബദ്ധം പറ്റി, നമ്മളാണേലും ചേട്ടാ സോറി കേട്ടോ, ഒരു അബദ്ധം പറ്റിയതാണ്. നിങ്ങൾ കൂടുതലും, അപ്പോൾ അവൾ എന്ന് പറയുന്നതാണ് ജിൻറ്റോപ്പനോട്, നിങ്ങൾ കൂടുതൽ കളിക്കരുത്, നിങ്ങൾ കൂടുതൽ പറയുമൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട്. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇവളെ എടുത്ത് സത്യം പറ, ജിൻറ്റോ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ആഴ്ച തന്നെ ഇവളെ എടുത്ത് കളയേണ്ടത്. വെച്ചാൽ ജാസ്മിനൊക്കെ ഇത്ര ഇതായിട്ട് മനുഷ്യനും ഈ ഇപ്പോൾ ജാസ്മിനൊന്ന് വഴക്കുണ്ടാക്കി, കുറച്ച് കഴിയുമ്പോൾ ജാസ്മിൻ പോയി ജിൻറ്റോയായിട്ട് പോയി വർത്താനം പറയുകയൊക്കെ ചെയ്യും. ഇവളതല്ല, ഇവളെന്തോ മനസ്സിൽ വെച്ച് വൈരാഗ്യം വെച്ച രീതിയിലാണ് ജിൻറ്റോയോട് സംസാരിക്കുന്നത്. ഇതിപ്പോൾ ഒരു പ്രാവശ്യമല്ല, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, പല പ്രാവശ്യമായി ഈ കുട്ടി ഇതുപോലെയാണ് ചെയ്യുന്നത്. എന്ത് പ്രായമുള്ള കുട്ടിയാണ്, ഒരാളോട് ഒരു 40-42 വയസ്സുള്ള ഒരു വ്യക്തിയോട് കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ സംസാരിച്ച കഴിഞ്ഞും മോശമായിട്ടാണ് ഈ നന്ദന അവിടെ സംസാരിച്ചത്. അതും അദ്ദേഹം വല്ലതും ചെയ്തിട്ടുണ്ടേ വേണ്ടില്ല, നന്ദനയുടെ പേര് പോലും എടുത്ത്. ഞാനൊരു 20 കട്ട വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കട്ട ടാസ്കിലെ. എന്നിട്ട് അത് ജിൻറ്റോ അബദ്ധം പറ്റിയാന്ന് മനസ്സിലായിട്ടൊരു സോറി പോലും പറയാതെ, ഒരു മാന്യത കാണിക്കാതെ ഇവളെ എന്തൊക്കെയാണ് ഇവളെ കാട്ടിക്കൂട്ടുന്നത്? സത്യം പറയുക, നമുക്കൊക്കെ അവിടെ നിന്ന് സഹിക്കുക. ഞാനൊക്കെ ആണെങ്കിൽ നല്ലത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ലാലേട്ടനല്ല, ബിഗ് ബോസ് അല്ല, എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഇത്ര പാവ ഒരു വ്യക്തി ആയതുകൊണ്ടല്ലേ ഈ മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ ഇതിൽ കയറുന്നത്. പുള്ളിക്ക് ഗെയിം കളിക്കാറിയാം, പക്ഷേ പുള്ളിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അതാണ് എല്ലാവരും കൂടെ. അതേസമയം ഈ നന്ദന ജാസ്മിനോ അല്ലെങ്കിൽ മുടിയനോ ഇവരാരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് മെക്കെട്ട് കയറും. എന്ത് കണ്ടത്തിനാണ് ഈ നന്ദന ഈ കിടന്ന് കളിക്കുന്നത്? നമ്മളെല്ലാം നല്ലവരെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് ജിൻറ്റോപ്പൻ. അപ്പോൾ നിങ്ങളിതെല്ലാം കമൻറ്റ് ചെയ്യുക. നന്ദന ഈ തവണ ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആരും നന്ദനയ്ക്ക് വോട്ട് ചെയ്യരുത്. നന്ദന ഈ തവണ തന്നെ ഈ ആഴ്ച തന്നെ പുറത്താക്കണം. അത്രയ്ക്ക് മോശമായിട്ടാണ് ജിൻറ്റോയോട് സംസാരിച്ചത്. ഒരാവശ്യമില്ല. ഞാൻ ഇതുപോലെ ദേഷ്യപ്പെട്ട് ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.